ആ റോഡ് തന്നെ. ആ റോഡില്ലേ, അവിടെ നേരെ താഴത്തേക്ക് പോന്നാലൊരു പള്ളിയുണ്ട്, അതിന്റെ നേരെ ഫ്രണ്ടിലുള്ള വീട്. ആ ശരി ശരി. ആരെ ഓലേറ്റാണാ എത്താനയക്കണാ? അമ്മ ഓല് ഇവിടെ ഏകദേശം എത്താറയക്കണ. ഞാൻ സൽമാത്താട് പറയട്ടെ. ഇവിടെ സൽമാത്ത ചായ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഓല് വന്നിട്ടേ അവർ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് പറയാം. ആടി ഓല് പറഞ്ഞ നേരമായല്ലോ, എന്താ കാണാത്താണാവല്ലേ? സൽമാത്ത ഇത് അവര് മേറോഡിൻ്റെ അവിടെ എത്തിക്കണിട്ടാ. ആ എത്തിയോ? എന്നാ നടക്ക് തിരിയോ, പോയോക്ക. നിങ്ങൾ ചെല്ലൂടി, ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ട് ഇപ്പൊ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. കേറിയിരിക്കും. എല്ലാരും ഇരുന്നോളി. ഇരിക്ക് മോനെ, ഇരിക്ക്. ആ ഇരിക്ക തന്നെയാണ്. അല്ലെങ്കിൽ ഇരിക്ക് ഈ മുടന്താലേറ്റ് വല്ലാണ്ട് നടക്കാനും നിൽക്കാനൊന്നും പറ്റൂല. എവിടെ വന്നാലും വേഗം ഇരിക്കണം. അല്ല അമ്മായി, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ലടാ, ആ മെയിൻ റോഡിന്റെ അവിടെ എത്തിയപ്പോഴേ വലുത് കാണാ ഇടത് കാണാന്നൊരു സംശയം അത്ര തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ കുഞ്ഞുമോൾക്ക് വിളിച്ചപ്പോ ഈ പള്ളിയുടെ നേരെയുള്ള പെരയെന്ന് അറിഞ്ഞേക്ക് വേഗം മനസ്സിലായി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റിയന്റെ അമ്മല്ലേ? ഞങ്ങളിപ്പോ മനസ്സിലായി എല്ലാവർക്കും. ഇജിപ്പോ ഓന്റെ ഉമ്മയാണെന്ന് മനസ്സിലായി. ഇവളാരാന്ന് എനിക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. ആ ഓളേനെ അറിയാത്ത വെച്ചാലേ ഓളാണ് ഇപ്പത്തെ അവിടുത്തെ കുടിക്കാരി. അതായത് അവിടുത്തെ മൂത്ത മരിയോള്. പിന്നെ നമ്മളെ പുതിയാപ്പിള ചെക്കനെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ? ആദ്യമായിട്ട് കാണണമെങ്കിലും ഫോട്ടോ ആരിസ് കാണിച്ചു തന്നിരുന്നു. 2 മക്കളാണല്ലോ അല്ലേ? ആ എനിക്ക് 2 ആമക്കളാണ്. മൂത്താളും ദുബായിൽ തന്നെയാണ്. ഞാനും ഇപ്പോഴും തന്നെ പെരയിലുണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഇവന്റെയും കൂടി കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളും കൂടി ഉണ്ടാവും. അപ്പൊ ഞങ്ങള് 3 പെണ്ണുങ്ങളായി പെരയില്. ഇവിടെ എനിക്ക് 3 ആളാണ്. ഇവനാണ് മൂത്തത്. ഓന്റെ മോളാണ് ഇപ്പൊ റിയ. ഇതാ ആ നിക്കണോളാണ് രണ്ടാമത്തെ മാന്റെ പെണ്ണുങ്ങള്. പിന്നെ കുഞ്ഞോളും. നിക്കും 3 മക്കൾ തന്നെയായിരുന്നു. ഇവന്റെ മൂത്തത് ഒരു പെണ്ണായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പനി വന്നതാ. പിന്നെ 1-1.5 മാസം ഹോസ്പിറ്റലിലും പെരയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടി. പിന്നെ ഓൾക്കുതാ ഇവിടെ പേരന്നെയായിരുന്നു ജസീന. ഞങ്ങളെല്ലാരും ജസിമോളെ ജസിമോളെന്ന് വിളിച്ചിരുന്നേ. ഇതാ ഇവളെ കെട്ടിക്കൊടുന്നതിന് ശേഷം ഇപ്പൊ എല്ലാരും ആ വിളി ഇവളായി. നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായാ? 7 വർഷം. മൂത്താളെ കല്യാണം കഴിച്ചും വരെ ഞാൻ എപ്പോഴും പറഞ്ഞിന്ന് പെരേല് ഒച്ച അണക്കൊക്കെ ഉണ്ടാവണെച്ചാല് ഒരു പെൺകുട്ടി വേണമെന്ന്. ഇതാ ഇവളെ കെട്ടിക്കൊടുന്നതിന്റെ ശേഷം ആ പായരണ്ട് തീർന്നിട്ടി. ഇവളെ ഞാൻ മരിയോളായിട്ടല്ല മകളായിട്ട് തന്നെ കൂട്ടിക്കൊടുന്നത്. അല്ലേലും മക്കള് മരിയക്കളെന്ന് പറഞ്ഞ് വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ എവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ ആണിച്ചാലേ വന്ന ചെരിയും ചെന്ന പെരിയും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഇനിയിപ്പതാ 2ാമത്തെ ഒരാളും കൂടി വരാൻ പോവല്ലേ.
അപ്പൊ പെൺകുട്ടികൾക്ക് പൂതിയുള്ള എനിക്ക് 2 പെൺകുട്ടികളായി. അപ്പൊ ഉപ്പ മരിച്ചിട്ട് ഇപ്പോ എത്രയായി? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാ ഇപ്പം മരിച്ചത്. പെട്ടെന്നുള്ള മരണമായിരുന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ ഉപ്പാൻ്റെ മരണം അങ്ങനെ പെട്ടെന്നുള്ളൊരു മരണം തന്നെയായിരുന്നു. അല്ല സൽമോ, ഭർത്താനം പറഞ്ഞിരിക്കാതെ ഇവർക്ക് കുടിക്കാതിരിക്കും. ഇല്ലേലും നിങ്ങള് പെണ്ണുങ്ങൾ സ്വറ പറഞ്ഞുകൊണ്ടിരുന്നാലേ പെണ്ണുങ്ങളെ നടക്കൂല. നിങ്ങൾ റിയമോളാന്ന് വിളിക്കു കുഞ്ഞോളെ. എന്നാൽ റിയമോളെ വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് വരട്ടെ സൽമാത്ത. നമ്മൾ ഇവരോട് വർത്തമാനം പറഞ്ഞൂടി. ഞങ്ങളെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. പാതില്ലോ. റിയമോളെ, എന്റെ അല്ലാ, ഇത് എന്തിരുത്താ? മുടിയൊന്നും കെട്ടിട്ടില്ലേ? ഒരു താഴെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പെണ്ണിനെ കൊണ്ട് അന്റെ ഇരുത്തം കണ്ടാ തോന്നില്ലോ അനക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം നടക്കാൻ പോകണമെന്നുള്ളത്. എന്തൊരു ഇരുത്താണിത്? ഒറ്റങ്ങാട് വന്ന് കാത്തു നിൽക്കുക. എന്നാ ഇതൊക്കെ എൻ്റെ പനക്ക് റെഡിയാൻ വേണ്ടി വാങ്ങി തന്ന സാധനങ്ങളല്ലേ? ഇതൊക്കെ ചെയ്തിട്ട് മോത്ത കെട്ടൂട്. ഇതൊന്നും വേണ്ട മാമിയെ, ഞാൻ മുടി വാർന്നിക്കണം, അത് മതി. മുടി മാത്രം വാർന്നാൽ മതി. എന്നാ അനക്ക് എന്താ കിട്ടിക്കണറിയാം? എന്നാ ജസ്റ്റ് ഈ സിറം കിട്ടാ. ഇന്നലെ തലവേദന ആയിരുന്നു പറഞ്ഞാ തോന്നണേ. എൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നുണ്ട്. ഈ സിറം തേച്ചാളെന്നാ തേച്ചൂടാണ്ട്. നീ ക്രീമും കൂടി ഒന്ന് തേച്ചാടാ. നാ മതി. ഇത് ചെപ്പോഴും തേക്കണ സൺസ്ക്രീൻ അല്ലേ? ഇത് തേക്കണ? അതൊന്നും വേണ്ട മാമിയെ. മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ കാണുന്നത് കണ്ടാൽ മതി. അതിനിതൊക്കെ മേക്കപ്പിൽ പെടുന്ന കാര്യങ്ങളാണ് അറിയാ. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഇത് ഡെയിലി കോളേജിൽ പോകുമ്പോഴും ചെയ്യുന്നതല്ലേ? പിന്നെന്താ? എന്നാ കുറച്ചിട്ടാളാ എടുത്താ. സ്പീഡാക്കി കൂടെ. ഒരാടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച നല്ലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പോരെ? എന്നാ ഈ സോഫ്റ്റ് ക്രീം കൂടി തേച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറാവും. എന്നാ ഈ ചെന്തത്തെ കയ്യെ പിടിച്ച് കണ്ട് ആലോചിച്ച് നിൽക്കണേ. അനക്കെന്ന് എന്താ പറ്റിയത്? ഓരിനിപ്പോൾ വിളി തുടങ്ങുമോ? വേഗം തേച്ചൂടെ. ഇജിന്നലെ ഉറങ്ങിയിട്ടന്നല്ലേ? എൻ്റെ കണ്ണൊക്കെ എന്താ വല്ലാണ്ടിരിക്കണത്? നിൽക്കുന്നല്ല രാത്രി തൊട്ട് നല്ല തലവേദനയാണ്. അതുകൊണ്ടാ. നമുക്ക് തലവേദന ഉണ്ടെന്ന് തിരു പറഞ്ഞേ. ഇജൊരു കാര്യം ചെയ്താ ഈ കണ്ണും കൂടി എഴുതിക്കാളെ. കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ട്. എന്നാ എന്ത് കഷ്ടം മാമിയെ. ഇത്ര ഒരുക്കത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടാവും. ഇതൊക്കെ ഒരു ഒരുക്കാണ് എൻ്റെ അറിയാ. ഇതൊക്കെ സാധാരണ കോളേജിൽ പോകുമ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? ഡെയിലി റൂട്ടീൻ പോലെ. പിന്നെ ഒരുക്കെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നല്ല. ഇന്ന പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാനുണ്ടായ ഒരു ഒരുങ്ങാം. എൻ്റെ വാപ്പോ ഇപ്പോഴും ഇന്നത് പറഞ്ഞ പോലെ എല്ലാവരും കളിയാക്കും മോളെ. ഇന്നെ പിന്നെ മുഖമൊക്കെ കഴുകിച്ചിട്ടാ ആരിസ്കൊക്കെ കാണാൻ വേണ്ടി ഫോട്ടോ എടുത്തത്. അല്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എൻ്റെ അമ്മ എന്നോട് അപ്പോഴേ പറഞ്ഞതാ
നാച്ചുറലായിട്ട് കണ്ടാൽ മതി, ഉള്ള പുട്ടിയൊന്നും വാരി തേക്കണ്ടാന്ന്. എൻ്റെ വല്യമ്മാൻ്റെ വാക്കും കേട്ടിട്ടേ ഞാൻ ഇതുപോലത്തെ സാധാരണ ക്രീമൊന്നുമല്ല തേച്ചിരുന്നത്. ഉള്ള ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും ഒക്കെ വാരി തേച്ച് വല്ലാത്ത ബൊമ്മ പോലെ ആക്കിയിട്ടാ ഇന്നെ അവർ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ നിന്നെടുത്തത്. നിൽക്കും ഇതുപോലെ ഇങ്ങനെ വേഷം കെട്ടി പോയി നിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഡ്രസ്സ് തന്നെ പിന്നെ ഇപ്പോൾ പോയി എടുത്തോടുന്നല്ലേ വിചാരിച്ചിട്ട് ഇട്ടതാണ്. അതിന് ഇന്നേന്ന് പറഞ്ഞാലേ ഓലെ ആദ്യമായിട്ട് കാണിയിരുന്നു. അതുപോലെ ലിജ് അന്നെ ഒരു 1-2 തവണ മുന്നേ കണ്ടതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ, ഇത് സാധാരണ ഈ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങോട്ട് വന്നുവിട്ടാ അവർ കുറേ നേരമായി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. വാ. ഓനിപ്പോ അങ്ങനെ മുണ്ടാതിരിക്കുന്ന നിങ്ങൾ കാര്യാക്കണ്ടട്ടാ. ഓനെപ്പോലെ മുണ്ടി വർത്താനം പറഞ്ഞ ഒരാളെ ആ വരയിൽ വേറെ ആരുമില്ല എന്ന് എല്ലാരും പറയാ. പിന്നെ ഇപ്പൊ ഞങ്ങൾ 3 പെണ്ണുങ്ങളെ പിന്നാലെ ഒറ്റക്ക് വന്നതിന്റെ ഒരു ചമ്മല് ഓനക്കുണ്ട്, അത്രേ ഉള്ളൂ. ഓൻ്റെ ഒരു കൂട്ടുകാരൻ ചെക്കൻ കൂടെ വരാൻ വേണ്ടി നിന്നതാണ്. അപ്പൊ ആ കുട്ടിയുടെ ഉമ്മാക്ക് എന്റെ വെജായിട്ടേ പെട്ടെന്ന് ആസ്പത്രിക്ക് വേണ്ടി വന്ന്. അപ്പൊ ഞാൻ പറയേ ഇനിയിപ്പൊ അത് കാരണം നേരം വെക്കാൻ നിക്കണ്ട. ഇതിപ്പോ ആദ്യത്തെ കാലിന് ചങ്ങായിമാരെ കൂട്ടി വന്നോണ്ടായില്ലല്ലോ. ഇനിയിപ്പൊ ജി എപ്പോഴും വരാനും പോവാനുള്ള പെരന്നെയാണ്, ഇങ്ങോട്ട് പോന്നോട് എന്ന് പറഞ്ഞാണ്ട് കൊടുന്നതാണ്. മോൾക്കിപ്പോ എത്ര മാസം ലീവ് ഉണ്ട്? സത്യത്തിൽ എനിക്കിപ്പോ 1 മാസത്തെ ലീവും കൂടി ഉള്ളൂ. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കണോണ്ട് 1 മാസം കൂടി നീട്ടിയതാണ്. അർജന്റായിട്ട് അവിടുന്ന് വിളി വന്നാ പോകേണ്ടി വരും. എന്നാ നമുക്ക് മോളെ വിളിക്കല്ലേ? സെൽമോ, പ്രിയ മോളെ വിളിക്ക്. പെട്ടെന്നുള്ള പെണ്ണാണലായതിന്റെ ടെൻഷനെ റിയയുടെ മുഖത്ത് നല്ലോണം അറിയാണ്ട് അല്ലേ കുഞ്ഞോളെ? ടെൻഷൻ അടിക്കേണ്ടൊന്നും ഒരു ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നത് തന്നെയല്ലേ. സൽമാത്ത് വെള്ളം കൊടുത്തൂടി, നോക്കി അതപ്പോ വിളിക്കണ്ട്. എന്നാ നമ്മുടെ കുട്ടിയെ ബിസ്മിൻ ചൊല്ലിങ്ങാട് ഇതാണ്ട് വാങ്ങിയിട്ട് നടക്കൂടും. കുറച്ചൊക്കെ ചിരിച്ചിങ്ങാട് കൂടി വേണ്ടേ. ചെല്ലൂട് റിയ, നടക്ക്. ഒന്നല്ലോ എന്റെ കുട്ടി. എല്ലാവർക്കും കൊടുക്ക് കുട്ടിയെ, കൊടുക്ക്. ഓൾക്കിത് ആദ്യത്തെ കാണലാണേ. ആ ഞങ്ങൾക്കൊക്കെ പിന്നെയും തരാം. ആദ്യതാ ഓനക്ക് കൊടുക്ക്, അല്ല നൂർജിയോ?
ഇമ്മാക്ക് കൊടുക്കണ്ടട്ടാ, ഉമ്മാക്ക് നോമ്പാണ്. ഞാൻ ഈ എല്ലാ തിങ്കളാഴ്ച രാവും വ്യാഴാഴ്ച രാവേ മുടങ്ങാതെ നോമ്പെടുക്കലുണ്ട്. ഇപ്പൊ പോയതിന് ശേഷം പിന്നെ അത് വല്ലാണ്ടാണ് മുടക്കിയിട്ടൊന്നുമില്ല. ഇതാ ഇന്റെ ഒപ്പം കൂടിയിട്ട് ഇടക്ക് ഇപ്പോൾ എടുക്കും. ഇന്നിപ്പോ ഞാൻ പറഞ്ഞതാ എടുക്കണ്ട, ഇങ്ങനെ വൈക്ക് പോവല്ലേന്ന്. ആ അപ്പൊ ഇതാണ് എന്റെ കുട്ടി. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളി. ഇല്ല സെൽമോ? ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ പ്രത്യേകിച്ച് അറിയാനും പറയാനൊന്നുമില്ല. അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് പറഞ്ഞോളി. ഞങ്ങൾക്കിപ്പോ ഇനിയിപ്പോ ഓരോടും കൂടി ഒന്ന് മുണ്ടി പറയാ, അത് മാത്രമേ ഉള്ളൂ നോക്കാന്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് എൻ്റെ മോള്. അവളെ പഠിപ്പ് പാതി വഴിയിൽ വെച്ച് നിർത്തരുത്. അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് ഓൾ ഈ കല്യാണത്തിന് സമ്മതിച്ചതന്നെ. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളത് ഇതാണ്, അവളെ പഠിപ്പ് പാതി വഴിയിൽ വെച്ച് നിർത്താൻ പാടില്ല. അതേ പറയാനുള്ളൂ. അതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. ഇതാ ഇവൻക്ക് പഠിക്കണ കുട്ടിയോട് വേണമെന്ന് തന്നെയായിരുന്നു ആദ്യം പറഞ്ഞത്. പഠിപ്പ് കഴിഞ്ഞിട്ടിട്ടാണെങ്കിൽ അത്രയും നന്ദി വിചാരിച്ചിട്ടിരുന്നു. ഓൻ്റെ ഒപ്പം തന്നെ അത് കൊണ്ടുപോകാമല്ലോ വിചാരിച്ചിട്ടേ. ഇതിപ്പോ 1-2 വർഷം കൊണ്ടല്ലോ ഓളെ പഠിപ്പ് തീരാനായിട്ട്. പഠിച്ചോട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? ഇത് എവിടെ കെട്ടിക്കൊടുന്ന കാലത്തും ഞങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് എവളോട് അനക്ക് പഠിച്ചാൻ പോണങ്ങ് പോയിക്കോന്ന്. പക്ഷെങ്കിൽ ഈ പാത്തുവിന് അതിനുള്ള കൂലിയൊന്നുമില്ല. ഓൾക്ക് ആ പെരയും കുടിയൊക്കെ നോക്കി ഇന്നെ ചുറ്റിപ്പറ്റി നടക്കന്നെ. അതാ ഓൾക്ക് വലിയ കാര്യം. എന്തിനധികം പറഞ്ഞ് ഓളെ പെരയിൽ പോലും ഓളധികം പോയിക്കൂല. ഓരോരുത്തർക്കൊക്കെ പരാതിയാണ്, അവിടെ ചെന്നിക്കൂല, ഓൾക്ക് ഇവിടെ നിൽക്കേണ്ട ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാണ്ട്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ പാട് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ പോയി നിൽക്കലുണ്ടായിരുന്നു. പിന്നെ ഇപ്പാക്കും തന്നെ ഞാനും ഉമ്മാൻ്റെ ഒപ്പം ഇവിടെ വീട്ടിൽ നിൽക്കണതായിരുന്നു ഇഷ്ടം. ഇപ്പൊ മരിച്ചതിന് ശേഷം പിന്നെ ഞാനും ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് അങ്ങനെ വീട്ടിൽ പോയി നിൽക്കലൊന്നുമില്ല. ഉമ്മാൻ്റെ അടുത്ത് വല്യമ്മ ആരെങ്കിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒന്ന് പോയി വരും. എനിക്ക് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടേനു. അവിടെ പെരൻ്റെ ഉള്ളിൽ പോയാലേ ദബര് 2 അമ്മായും മരിയോടാന്ന് ഒരു മനുഷ്യനും പറയില്ല. ഞങ്ങൾ കുടുംബക്കാരൊക്കെ എപ്പോഴും അതന്നെ പറയും. ഇതാ ഇവര് 2 അങ്ങനെ തന്നെയാണ്. ശരിക്കിതാ ആങ്ങളെയും പെങ്ങളെയും പോലെ. ഇനിയിപ്പോ എന്താണ്, 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും അറിയാനൊന്നും ഇല്ലാച്ചാല് ഓനും കൂടി എന്തെങ്കിലുമൊക്കെ മുണ്ടി പറഞ്ഞോട്ടെ. അതല്ലേ ഇപ്പത്തെ ഒരു നാട്ടുകടപ്പ്. എന്താ ചേച്ചിയെ? അത് പിന്നെ എന്തായാലും വേണ്ടേ. ചെല്ലി ഷാനു, ചെല്ലിറിയ അവനെ കൊണ്ട് ആ ഗാർഡന്റെ അടുക്ക് പോയിക്കോളി. അതാകുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളൊന്നും ഡിസ്റ്റർബ് ഇല്ലാണ്ട് സംസാരിക്കാമല്ലോ. ചെല്ലി. ഒരുപാട് ചെടികളൊക്കെ ഉണ്ടല്ലോ. റിയക്ക് ഇങ്ങനെ ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഇഷ്ടമാണോ? ഇതൊക്കെ ഉമ്മ ചെയ്യണതാണ്. ആ തെങ്ങും മാവൊക്കെ ഉള്ള സ്ഥലം ഇതിൽപ്പെട്ടതാണോ? അല്ല, അതൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരതാണ്. റിയന്റെ കോഴ്സ് തീരാഞ്ഞ് 2 വർഷം കൂടി ഉണ്ടല്ലേ? സത്യത്തില്
പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന ഒരു കുട്ടീനെ നോക്കണതിനായിരുന്നു പ്ലാന്. അപ്പോഴാണ് ഉമ്മയും ജസിത്തയൊക്കെ റിയന്റെ ഫോട്ടോ കാണിച്ചു തന്നത്. പിന്നെ കല്യാണത്തിന് ഇയാളെ നേരിട്ട് കണ്ടതും കൂടി ചെയ്തപ്പോൾ ഇഷ്ടായി. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് റിയക്ക് ദുബായിലോട്ട് വരാട്ടോ. അവിടെ അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. ഫാമിലി ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പഠിപ്പ് കഴിഞ്ഞാൽ റിയക്കും ജോലി നോക്കാലോ. അതാവുമ്പോൾ എനക്കും സാലറി കിട്ടുമല്ലോ. ഇക്കാലത്ത് നന്നായി ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് വേണം. രണ്ടാക്കും ജോലിയും സാലറി ഒക്കെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ബിസിനസ്സും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാവുമ്പോൾ റിയയുടെ ഫാമിലിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമല്ലോ. ദിലിയോ, ബീഫ് എടുക്കാനുള്ള പാത്രം എടുത്തുക്കണ? ഇല്ലടി, ഒന്നെടുത്തോ. അനക്കും ആദ്യക്കും പിന്നെ ഇങ്ങനൊരു സീൻ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലേ ദിലിയോ? നിങ്ങൾ പിന്നെ ആദ്യം മുതലേ കണ്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരല്ലേ. ഇന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കാര്യം. ആയുഷ് കാക്ക നാട്ടിലില്ലാത്ത സമയത്തല്ലേ ഇന്ന പെണ്ണാണാൻ വന്നതൊക്കെ. അതുകൊണ്ട് പിന്നെ കല്യാണമൊക്കെ തീരുമാനിച്ചിട്ടല്ലേ ആരിസ്ക വന്നത്. സൽമാൻ എന്താ ആലോചിച്ച് നിൽക്കണേ? ചായ ഒഴിച്ചൂടി. ഓലെ വർത്താനം കഴിഞ്ഞേക്ക് ചായ കൊടുക്കണ്ടേ? അല്ലെങ്കിലോ ആദ്യമായിട്ടേക്കാരും പെണ്ണാണാൻ വന്നവര് ഇത്ര തോനെ നേരം നിന്നിട്ടൊക്കെ വർത്താനം പറയണ്ടാവുക. ഇനി നമ്മളായിട്ട് ഓലെ നേരം വെപ്പിക്കാൻ പാടില്ലല്ലോ. അവരെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല സ്നേഹമുള്ള ഫാമിലിയാ തോന്നണേ അല്ലേ? എന്തായാലും അതേ ദിലോ, എന്തായാലും റിയമോൾ അവിടെ ഹാപ്പി ആയിരിക്കും അല്ലേ സൽമാത്ത? ഇൻഷാ അല്ലാ. അല്ല, ഞാൻ കുറേ നേരമായി ഓരോന്ന് പറയണേ. റിയക്ക് എന്നോടൊന്നും ചോദിക്കാനും പറയാനില്ലേ? ഇല്ല. എന്നാ പിന്നെ എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കിന്ന് അകത്തേക്ക് പോവല്ലേ? ആ, ഇതാ വരുന്നല്ലേ രണ്ടാളും. അപ്പൊ എങ്ങനെയാ മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുണ്ടിപ്പറിച്ചലൊക്കെ കഴിഞ്ഞാ? അപ്പൊ ഇനി അങ്ങനെ തീരുമാനിച്ച കാര്യങ്ങളില് മാറ്റമൊന്നുമില്ലല്ലോ രണ്ടാൾക്കും? എന്റെ മോളായതുകൊണ്ട് പറയില്ല. എന്റെ ഇഷ്ടമാണ് ഓളെ ഇഷ്ടം. ചെറുപ്പം മുതലേ ഇത് അങ്ങനെ തന്നെ. ഇപ്പൊ ഇതാ ഈ കാര്യം കല്യാണക്കാരും പറഞ്ഞപ്പോൾ അവളൊക്കെ പറഞ്ഞേ ഇപ്പൊ തന്നെ അവള് കല്യാണത്തിന് സമ്മതിക്കൂലെന്ന്. ഞാന് പറഞ്ഞപ്പോ അതും സമ്മതം. ആ, വർത്താനം പറയും കഴിഞ്ഞ് വന്ന രണ്ടാളോ? വർത്താനം കഴിഞ്ഞ് ഒരിക്കൽ രണ്ടാക്കും സമ്മതാന്ന് പറയും ചെയ്തു. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്പീഡാക്കാല്ലേ അളിയാ? എന്നാ ഒക്കെ പറഞ്ഞ പോലെ രണ്ടു കൂട്ടർക്കും ഇഷ്ടായ സ്ഥിതിക്ക്
ബാക്കിയൊക്കെ നമുക്ക് കാര്യങ്ങള് നല്ല ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കല്ലേ. ഇൻഷാല്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കാണുന്നതിന് മുമ്പേ അൽഹംദുലില്ലാ ഇമ്മാക്കു റാഹത്തായി മക്കളെ. ഇന്റെ കണ്ണടയും മുന്നേ ഇന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ കൂടൂലേന്ന് വല്ലാത്തൊരാദ്യം ഉണ്ടായിരുന്നു ഉള്ളില്. എന്തായാലും ഇപ്പൊ സമാധാനായി കിട്ടി.